അരിയാഹാരം പൂർണ്ണമായി നിർത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇപ്പൊ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ട് വണ്ണം കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടി ആളുകൾ സീറോ കാർബ് ഡയറ്റ് എന്ന് പറയും. അതായത് ധാന്യവർഗ്ഗങ്ങളായിട്ടുള്ള അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അന്നജം കൂടുതൽ അടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് പയറ്, പരിപ്പ്, മുളപ്പിച്ച കടല, മുട്ട, ഇറച്ചി, മീന് അല്ലെങ്കിൽ കൊഴുപ്പ് അതിനോടൊപ്പം ഈ ഒരു ആഹാര രീതിയിലേക്ക് മാറാറുണ്ട്. ഇത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഇതെല്ലാം അന്നജം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളാണ്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഡൈജസ്റ്റ് ചെയ്ത് നമ്മുടെ രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാനായിട്ട് ഊർജ്ജോൽപാദനത്തിനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓക്സിജൻ വേണമല്ലോ നമുക്ക് ജീവിക്കാൻ, അതുപോലെ തന്നെ അത്യാവശ്യമാണ് ഈ ഗ്ലൂക്കോസ് എനർജി പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ നമ്മളൊരു സുപ്രഭാതത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് മൊത്തം നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം പ്രോട്ടീൻ, അതായത് പയറ്, പരിപ്പ്, കടല, മുട്ട, ഇറച്ചി അല്ലെങ്കിൽ കൊഴുപ്പ്, ഫാറ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നെല്ലാം ഊർജ്ജോൽപാദനം ശരീരത്തിന് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും സേഫ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ശരീരത്തിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് ഈ ഗ്ലൂക്കോസിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്നജമടങ്ങിയ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിൽ നിന്നിട്ടാണ് പറ്റുന്നത്. അതുപോലെ തന്നെ ശരീരത്തിലെ ചില ഭാഗങ്ങൾക്ക്, ഇപ്പൊ RBC, റെഡ് ബ്ലഡ് സെൽസ്, രക്തത്തിലുള്ള അതിന് മൈറ്റോകോൺട്രിയം ഇല്ല. അപ്പൊ അവിടെ ശരിക്കും കാർബോഹൈഡ്രേറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിൽ നിന്ന് മാത്രമേ എനർജി പ്രൊഡക്ഷൻ നടക്കൂ. ബ്രെയിനിന് എനർജി വർക്ക് ചെയ്യണമെങ്കിൽ ഗ്ലൂക്കോസ് തന്നെ വേണം. അതുപോലെ തന്നെ നമ്മളുടെ കിഡ്നിയുടെ ഉള്ളിലുള്ള മെഡുല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സർക്കുലേഷൻ വളരെ കുറവാണ്, ബ്ലഡ് എത്തുന്നില്ല, ഓക്സിജൻ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീനിൽ നിന്നോ കൊഴുപ്പിൽ നിന്നോ ഊർജ്ജോൽപാദനം അവിടെ സാധ്യമല്ല. അപ്പോൾ അവിടെ ഗ്ലൂക്കോസ് തന്നെ വേണം. അങ്ങനെ പല വൈറ്റൽ ആയിട്ടുള്ള ഭാഗങ്ങളിലും പലപ്പോഴും ഗ്ലൂക്കോസ് തന്നെ വേണ്ടി വരും എനർജി പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ അന്നജം ഒക്കെ നിർത്തുന്ന സമയത്ത് ഇതെല്ലാം നമ്മളുടെ ഈ വൈറ്റൽ ആയിട്ടുള്ള ബ്രെയിനിനെ ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ബ്ലഡിലെ RBCയിലെ ആണെങ്കിലും വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ കാരണമായേക്കാം. കാരണം ഈ അന്നജത്തിന് അതിന്റെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, അന്നജത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനത്തിന് ഏത് രീതിയിലുള്ള അനേറോബിക്, വായുവിന്റെ സാന്നിധ്യത്തിലാണെങ്കിലും അസാന്നിധ്യത്തിലാണെങ്കിലും എനർജി പ്രൊഡക്ഷൻ, മെറ്റബോളിസം പോസിബിൾ ആണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതൊന്നും അറിയാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സീറോ കാർബ് ഡയറ്റിലേക്ക് പോകുന്നത് അത്ര നല്ലതായിരിക്കില്ല. നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ്. കുറച്ച് അന്നജം, മോഡറേറ്റ് അളവിൽ പ്രോട്ടീൻ, അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഉള്ള എല്ലാം അടങ്ങിയ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.